നമസ്കാരം സുഹൃത്തുക്കളെ, വെൽക്കം ടു മൈ ടോക്ക് ഷോ. മാത്യു സാമുവലിനെ ഒരു രാജ്യദ്രോഹിയാക്കാനോ അല്ലെങ്കിൽ അദ്ദേഹത്തെ കല്ലെറിയുന്നതിന് മുമ്പ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ് അദ്ദേഹം ചെയ്ത തെറ്റ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായത് എന്താ പറയുന്ന, ഒരു രാജ്യം ഒരു യുദ്ധത്തിനെ ഫേസ് ചെയ്യുമ്പോൾ പ്രസിദ്ധീകരിക്കാൻ പാടില്ലാത്ത ചില കണ്ടന്റുകൾ അദ്ദേഹം പ്രസിദ്ധീകരിക്കുക മാത്രമല്ല, അത് വീണ്ടും ഹൈലൈറ്റ് ചെയ്യുകയുണ്ടായി. അദ്ദേഹം സാധാരണ ചെയ്യുമെന്ന് പറയുന്നത് ഈ പറയുന്ന അന്തർദേശീയ മാധ്യമങ്ങളായിട്ടുള്ള റോയിറ്റേഴ്സ്, വാഷിങ്ടൺ ടൈംസ്, ന്യൂയോർക്ക് ടൈംസ്, പിന്നെ റോയിറ്റേഴ്സ്, ഇവരെയാണ് അദ്ദേഹം കോട്ട് ചെയ്യാറ് സാധാരണ. കാരണം എന്ന് പറയുന്നത് ഈ പറയുന്ന ഒരു മലയാളത്തിലെ ഒരു ചാനൽസിനും അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു മാധ്യമത്തിനും ഈ പറയുന്ന സോഴ്സിൽ പോയി കണ്ടെത്തുക അസാധ്യമാണ് ഇൻഫർമേഷൻസ്. ഇന്റർനാഷണൽ ന്യൂസുകൾ എല്ലാവരും ഈ പറയുന്ന ന്യൂസ് മീഡിയസിനാണ് ആശ്രയിക്കാറ്. ഇപ്പോൾ ഇന്നത്തെ സീനിലുള്ള ന്യൂസ് ആയിരിക്കും നാളെ മാതൃഭൂമിയിൽ ഞാൻ വായിക്കുന്നത്. അത് പ്രത്യേകിച്ച് വലിയ കഥയുള്ള കാര്യമൊന്നുമല്ല. അവരെപ്പോഴും ഒരു കോളം എപ്പോഴും ഇത് മാറ്റി വെക്കുന്നതായിരിക്കും. അതുകൊണ്ട് ഇത് ആദ്യമായിട്ട് സംഭവമൊന്നുമല്ല. അവർ കോട്ട് ചെയ്തൊരു കാര്യം അദ്ദേഹം വീണ്ടും വീണ്ടും ഉദ്ധരിച്ചു പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ കാര്യം ഇപ്പോഴും ഇവരുടെ എല്ലാ ചാനൽസിലും ഉണ്ട്. അതവിടെ നിൽക്കട്ടെ. എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് ഇന്നത്തെ എയർ മാർഷൽ പറഞ്ഞ പോലെ എൻഡ് ഓഫ് ദി ഡേ നമ്മുടെ പൈലറ്റുമാർ തിരിച്ചു വന്നു. ദാറ്റ്സ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഒരിക്കലും ശത്രു രാജ്യത്തിന് ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാക്കുന്ന ഒരു വാർത്തയും ഒരു ഭാരതീയനും കൊടുക്കാൻ പാടില്ല. യെസ്, ഹി മേഡ് എ മിസ്റ്റേക്ക്. അതിന് കാരണം അദ്ദേഹം പറയുന്നത് ഫ്രെയിം വർക്ക്, അതായത് ആ സമയത്ത് എങ്ങനെ യുദ്ധത്തിൻ്റെ സമയത്ത് എങ്ങനെ ബിഹേവ് ചെയ്യണം, അല്ലെങ്കിൽ ആ സമയത്ത് എങ്ങനെ വാർത്ത പ്രസിദ്ധീകരിക്കണം എന്നുള്ള ഒരു ഗൈഡ് ലൈൻസ് വന്നില്ല. തീർച്ചയായിട്ടും വി ക്യാൻ ഗിവ് സബ്ജക്ട് ഡൗട്ട് കൊടുക്കാം അദ്ദേഹത്തിന്. എങ്കിൽ പോലും തെറ്റുപറ്റി എന്ന് അദ്ദേഹം സമ്മതിച്ചിരിക്കുന്നു. ദാറ്റ്സ് എ ഗുഡ് തിങ്. അപ്പം നമുക്ക് മനസ്സിലാക്കുന്ന കാര്യം എന്ന് പറയുന്നത്, ആദ്യമായിട്ടാണോ ഇപ്പോൾ തെറ്റുപറ്റുന്നത് ഒരു മാധ്യമ പ്രവർത്തകന്? ഇന്ന് കേരളത്തിലെ പ്രമുഖ യൂട്യൂബർ പോലും സുപ്രീം കോടതി വരെ കേസിന് പോയിട്ടുണ്ട് വ്യാജ വാർത്ത കൊടുത്തതിൻ്റെ പേരിൽ. എന്തോരം പേര് അകത്ത് കിടക്കുന്നുണ്ട് ഇന്നും, അല്ലേ? ആദ്യമായിട്ടൊന്നല്ല ഈ പറയുന്ന തെറ്റുപറ്റുന്നത്. കാരണം ഇതൊരു കിട മത്സരമാണ്. ഈ പറയുന്ന 7 to 8 സ്ലോട്ട് പോലെ തന്നെ, ഈ പറയുന്ന ചാനൽസ് സ്ലോട്ട് പോലെ തന്നെ ഇവിടെയും ഒരു മത്സരമാണ് ആദ്യം ന്യൂസ് ബ്രേക്ക് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഈ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഒരു ഒത്തൻറ്റിക്കേഷൻ അവർ പലപ്പോഴും കണ്ടെത്താൻ ശ്രമിക്കാറില്ല. ഞാനാണിത് ബ്രേക്ക് ചെയ്തതെന്ന് എന്ന് പറയാനുള്ള ഒരു 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 തിളപ്പ് എല്ലാവർക്കും ഉണ്ട്. അത് എല്ലാ യൂട്യൂബേഴ്സിനുള്ളതാണ്. അതിലാണ് അച്ചായന് തെറ്റുപറ്റിപ്പോയത്. അതുകൊണ്ട് തന്നെ ഈ ഒരു തിളപ്പിൽ പലരും ഈ നമ്മൾ പറയാം അതിൻ്റെ ഒരു ആധികാരികത കണക്കാക്കാൻ നോക്കാറില്ല. അപ്പോൾ അവിടെയാണ് അച്ചായൻ തെറ്റുപറ്റിപ്പോയിരിക്കുന്നത്. അപ്പോൾ അത് ആദ്യമായിട്ടൊന്നല്ല ഈ പറയുന്ന കേരളത്തിൽ ഒരാൾക്ക് തെറ്റുപറ്റിപ്പോകുന്നു. ഇവിടെ എന്താണ് ഈ പറയുന്നത്, ഇവർ പറഞ്ഞൊരു പോയിന്റ് എന്ന് പറയുന്നത്, അദ്ദേഹം ഒരു എയർ മാർഷലിനെ വിളിച്ചു എന്നാണ് പറയുന്നത്, മേജറെ വിളിച്ചു എന്ന് പറയുന്നത്. അച്ചായൻ്റെ രീതി എന്ന് പറയുന്നത്, ഒരു വിഷയം കിട്ടിക്കഴിഞ്ഞാൽ അതിനെ സപ്പോർട്ടിങ് ആയിട്ട് അദ്ദേഹം പറയും. അദ്ദേഹം ഒരു എൻ്റെ ഓഫ് ദ ഡേ അച്ചായൻ്റെ വിജയം എന്ന് പറയുന്നത് ഈ പറയുന്ന ന്യൂസിനെ ഒരു വിനോദമാക്കി മാറ്റാൻ, ഒരു എൻ്റർടൈൻമെൻ്റ് ആക്കി മാറ്റാൻ സാധിച്ചതിലാണ് അദ്ദേഹം മുന്നോട്ട് വന്നിരിക്കുന്നത്. കാരണം വളരെ ചുരുക്കം കാലം കൊണ്ടാണ് ഈ പറയുന്ന അച്ചായൻ്റെ ഈ പറയുന്ന സക്സസ്. ഞാൻ അദ്ദേഹത്തെ കാണുമ്പോൾ ഏകദേശം ഒരു വർഷം മുമ്പ് കാണുമ്പോൾ ഏകദേശം ഒന്നിൽ ചില്ലാൻ സബ്സ്ക്രൈബേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ദാറ്റ്സ് ഇറ്റ്. പക്ഷേ ഈ പറയുന്ന ഒരു വർഷത്തിന് ഇപ്പുറം ഓൾമോസ്റ്റ് 3 ലക്ഷമായി കഴിഞ്ഞു. ഇറ്റ്സ് ഗോയിങ് അപ്പ്. ഓക്കെ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഈ വളർച്ച എന്ന് പറയുന്നത് മെയിൻ കാരണം, ന്യൂസ് ഇപ്പം എല്ലാവർക്കും എവിടെ നിന്നും കാണാം. ഇപ്പം മാതൃഭൂമി കാണാം, വായിക്കാം. പക്ഷെ അതിന് വിനോദമാക്കി മാറ്റി അതിനൊരു സത്യസന്ധമായ രീതിയിൽ അവതരിപ്പിക്കാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ട്. അത് ആർജവമായി കിട്ടിയതാണ്, വർഷങ്ങളായി കിട്ടിയതാണ്. അദ്ദേഹം അതിനെ വിറ്റ് കാശാക്കുന്നു. അപ്പോൾ ഈ പറയുന്ന സംഭവം എന്ന് പറയുന്നത്, അവിടെയാണ് അദ്ദേഹത്തിന് വിജയം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയാണ് ഈ പറയുന്ന യൂട്യൂബേഴ്സിന് അദ്ദേഹത്തിനോട് ഒരു ചെറിയൊരു അസൂയം കുശുമ്പൊക്കെ തീർച്ചയായിട്ടും ഉണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ വളർച്ച എന്ന് പറയുന്നത് ഈ അദ്ദേഹം വരവോടുകൂടി ഒരുപാട് യൂട്യൂബേഴ്സിന് വ്യൂവർഷിപ്പിൽ കുറവ് വരും ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ ഏരിയയിൽ. കാരണം ഇൻ്റർനാഷണൽ ന്യൂസുകൾ അദ്ദേഹത്തിനാണ് ആശ്രയിക്കുന്നത്. മറുനാടൻ മലയാളികളും അതോടൊപ്പം തന്നെ സ്വദേശികളും ആശ്രയിക്കുന്ന ഈ പറയുന്ന അദ്ദേഹത്തെ ആശ്രയിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ഒരു ബിസിനസ്സിൻ്റെ ഒരു കുറവ് തീർച്ചയായിട്ടും പോയിട്ടുണ്ട്. ഇവരെന്തിനാണ് മാത്യുവിനെതിരെ വാളെടുക്കുന്നത്? മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ, മാത്യുവിനെ കുടുംബത്തെ പോലും ഇവർ വെറുതെ വിടുന്നില്ല. മാത്യുവിന് എതിരെ വാളെടുക്കുന്ന ഈ പറയുന്ന ഓരോ യൂട്യൂബേഴ്സും, എല്ലാവരും ഞാൻ പറയില്ല, 90% പേരും ചെയ്യുന്നുണ്ട് ബ്ലാക്ക് മെയിൽ ജേർണലിസം, പെയ്ഡ് ജേർണലിസം. ഇരയും വേട്ടക്കാരെയും ഒരേപോലെ മുന്നോട്ട് കൊണ്ടുപോകുക, കളവ്, ചതി, ഇതെല്ലാം ചെയ്തിട്ട് ഈ പറയുന്ന മാത്യു സാമുവലിനെതിരെ വാളുമായി ഇറങ്ങിയിരിക്കുകയാണ്. ഇദ്ദേഹം എന്താണ് ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നത് കഴിഞ്ഞൊരു 4-5 വർഷമായിട്ട്? കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് ബന്ധം, അതായത് ഇന്ത്യക്ക് നാശം അല്ലെങ്കിൽ ഇന്ത്യക്ക് അനാവശ്യമായ 2 പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിൽ കോൺഗ്രസ്. രണ്ടുപേരുടെയും ഈ പറഞ്ഞ പ്രീണന രാഷ്ട്രീയത്തെ അദ്ദേഹം തുറന്നു കൊണ്ടുവരികയായിരുന്നു കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ടും. അദ്ദേഹം സഭയുടെ ബന്ധപ്പെട്ട വിഷയങ്ങൾ. പിന്നെ ഇന്ന് നിങ്ങൾ ചിന്തിക്കണം, ഈ പറയുന്ന പാകിസ്ഥാൻ പതാക വീട്ടിൽ കൊണ്ടുപോയി സൂക്ഷിക്കുന്ന ഒരുപാട് ഇന്ത്യക്കാരുണ്ട്. ഓരോ ജവാന്റെയും മരണത്തിൻ്റെ അടിയിൽ ഇമോജി ഇടുന്ന ഇന്ത്യക്കാരുണ്ട്. മനസ്സില്ലാ മനസ്സോടെയാണ് പല കേരളത്തിലെ അവതാരകരും ഇന്നലത്തെ ഈ വിഷയങ്ങൾ കൈകാര്യം ചെയ്തത്. മോഡി ഇന്നലെ അവരെ തെറി പറഞ്ഞവരാണ്.
റഫേൽ എന്തിനു വാങ്ങിച്ചു എന്ന് പറഞ്ഞവരാണ്. ഈ ഒരു മലയാളം പ്രമുഖ മാധ്യമത്തിലെ ഒരു മാധ്യമ വനിത റഫേൽ എന്തിനു വാങ്ങിച്ചു എന്ന് പറഞ്ഞ് വീഡിയോ ചെയ്തവരാണ്. അവരാണ് ഇന്നലെ തൽക്കാലത്തേക്ക് അവരുടെ മുഖം മൂടി മാറ്റി വെച്ചുകൊണ്ട് ദേശസ്നേഹമായിട്ട് വന്നിരിക്കുന്നത്. പലരും എന്താ പറയുക, അവരുടെ സ്വരം ഇടറിപ്പോയി. ഈ പറയുന്ന ന്യൂസ് മീഡിയ ഇന്ത്യ മുന്നേറുന്നു എന്ന് പറയാൻ കാരണം അവരുടെ ശരീരഭാഷ അനുവദിക്കുന്നില്ല. പക്ഷേ ജോലിയോടുള്ള കൂറുകൊണ്ടും ശമ്പളത്തോടുള്ള കൂറുകൊണ്ടും എന്താ പറയുക, വ്യാജ സ്നേഹം അഭിനയിച്ചുകൊണ്ടാണ് പലരും ഇന്നലെ ഈ വാർത്തകൾ ചെയ്തത്. കറാച്ചി പോയി തകർന്നു ഒരാൾ പറഞ്ഞു, കറാച്ചി വരെ പോയി എന്ന് പറയുന്നത് ഇന്ത്യൻ INS വിക്രാന്ത്. അതായത് വിദേശ മാധ്യമങ്ങളെ ആശ്രയിച്ച് അദ്ദേഹം ഒരു മണ്ടത്തരം കാണിച്ചു. അതിനടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന രാജ്യസ്നേഹമോ അല്ലെങ്കിൽ ദ്രോഹിയാക്കാൻ ശ്രമിക്കുന്നവർ സ്വയം മണ്ടന്മാരാവുകയാണ്. അദ്ദേഹം വീണ്ടും തിരിച്ചു വരും. അദ്ദേഹത്തിന് റീച്ചാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ചെയ്യുന്ന ജോലി അതെന്ന് പറയുന്നത് വാർത്ത അവതരണം. അതിൽ ഭംഗിയാണെങ്കിൽ സത്യസന്ധമായ രീതിയിൽ അവതരിപ്പിക്കാൻ കഴിയുമെങ്കിൽ ഇനിയും മലയാളികൾ അദ്ദേഹത്തെ വിശ്വസിപ്പിക്കുന്നതായിരിക്കും. ഇന്ന് അദ്ദേഹത്തിൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഏകദേശം 2-3 ഇത് കഴിഞ്ഞു വരുമ്പോൾ അദ്ദേഹം ഇനിയും മുന്നേറും. കുറച്ച് ഫ്ലോസ് ഉണ്ട് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന്, കുറച്ച് തെറ്റുകളുണ്ട്. തെറ്റുകൾ മാറ്റി വെച്ചു കഴിഞ്ഞാൽ മാത്യു സാമുവൽ ആയിരിക്കും അടുത്ത ഇതേ വർഷം ഇതേ സമയത്ത് കേരളത്തിലെ ഏറ്റവും നമ്പർ 1 യൂട്യൂബർ. അതിന് ഉറപ്പുണ്ട് എനിക്ക് അച്ചായ. താങ്കൾ.